ഇറാനും അമേരിക്കയുമായുള്ള ഭിന്നത രൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തി. റഷ്യ സാധ്യമാവുന്ന എല്ലാ പിന്തുണയും ഇറാന് നൽകുമെന്ന് കൂടിക്കാഴ്ചയിൽ പുതിൻ വാഗ്ദാനവും ചെയ്തു. റഷ്യയിലെ സെന്റ് പീറ്റേഴ്സ്ബർഗിൽ വെച്ചായിരുന്നു ഈ കൂടിക്കാഴ്ച നടന്നത്. ദുഷ്കരമായ കാലഘട്ടത്തിലൂടെയാണ് ഇറാൻ ജനത കടന്നു പോകുന്നതെന്ന് പറഞ്ഞ പുടിൻ എത്രയും പെട്ടെന്ന് സമാധാനം പുലരുമെന്നും ഇറാൻ ഈ സാഹചര്യത്തെ അതിജീവിക്കുമെന്നും കൂട്ടിച്ചേർത്തു. ഇറാന്റെ താൽപര്യങ്ങളെ പിന്തുണയ്ക്കുന്നതിനും സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനും തങ്ങളെക്കൊണ്ട് സാധ്യമായത് എല്ലാം ചെയ്യുമെന്ന് കൂടെ പുടിൻ പറഞ്ഞു. ഇറാനിലും മറ്റ് പ്രാദേശിക രാജ്യങ്ങളിലും സമാധാനം പുലരുന്നതിനായി മോസ്കോ പ്രതിജ്ഞാബദ്ധമാണെന്ന് പുടിൻ പറഞ്ഞതായാണ് ഇറാൻ സ്റ്റേറ്റ് മീഡിയ പ്രസ് ടിവി റിപ്പോർട്ട് ചെയ്തു. കഴിഞ്ഞ ആഴ്ച ഇറാൻ പരമോന്നത നേതാവിന്റെ സന്ദേശം എനിക്ക് ലഭിച്ചു. അതിന് എന്റെ ആത്മാർത്ഥമായ നന്ദി അറിയിക്കുന്നു. ഇറാനെ പോലെ റഷ്യയും തന്ത്രപരമായ ബന്ധം തുടരാൻ ഉദ്ദേശിക്കുന്നുവെന്നും പുടിൻ പറഞ്ഞു. തിങ്കളാഴ്ച രാവിലെയോടെയാണ് ഇറാന്റെ വിദേശകാര്യമന്ത്രി റഷ്യയിലെത്തിയത്. അന്താരാഷ്ട്ര പ്രശ്നങ്ങളിൽ ഇറാനും റഷ്യയും എപ്പോഴും കൂടിയാലോചന നടത്തുന്നുണ്ടെന്ന് അരാക്ചി പറഞ്ഞു. സമീപകാലത്ത് ഈ ബന്ധത്തിൽ ഒരു അകൽച്ച ഉണ്ടായെങ്കിലും ഇപ്പോൾ നയതന്ത്രപരമായി അതൊക്കെ പരിഹരിക്കപ്പെട്ടു കഴിഞ്ഞതായും അരാക്ചി അറിയിച്ചു. ഒമാൻ, പാകിസ്ഥാൻ സന്ദർശനങ്ങൾ പൂർത്തിയാക്കിയ ശേഷമാണ് അരാക്ചി റഷ്യയിലേക്ക് എത്തിയത്. ഇറാന് നൽകിയ പിന്തുണയ്ക്ക് അദ്ദേഹം നന്ദി അറിയിച്ചു. റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവും ഈ കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു. മധ്യേഷ്യയിൽ എത്രയും പെട്ടെന്ന് സമാധാനം കൈവരിക്കാൻ റഷ്യ അതിന്റെ എല്ലാ ശക്തിയും ഉപയോഗിക്കാൻ തയ്യാറാണെന്ന പുടിന്റെ വാക്കുകൾ ഇറാന് വലിയ ആശ്വാസമാണ് നൽകുന്നത്. ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ എന്നത് സ്ഥിരവും ശക്തവുമായ ഒരു സംവിധാനമാണ്. തങ്ങൾക്ക് റഷ്യയെ പോലെ വലിയ സുഹൃത്തുക്കളും സഖ്യകക്ഷികളും ഉണ്ടെന്നും അരാക്ചി എടുത്തു പറഞ്ഞു. മോസ്കോ ടെഹ്റാൻ ബന്ധം ഏറ്റവും ഉയർന്ന തലത്തിലുള്ള തന്ത്രപരമായ ഒരു പങ്കാളിത്തമാണെന്നും സാഹചര്യങ്ങൾ എന്തുതന്നെയായാലും അത് വികസിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പാകിസ്ഥാൻ സൈനിക മേധാവി ഫീൽഡ് മാർഷൽ ആസിം മുനീറുമായുള്ള അരാക്ചി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. കൂടിയാലോചനകൾ മികച്ചതായിരുന്നുവെന്നും ഇസ്ലാമാബാദിലേക്കുള്ള തന്റെ യാത്ര വളരെ ഫലപ്രദമായിരുന്നുവെന്നും അരാക്ചി അറിയിച്ചു. യുദ്ധം അവസാനിപ്പിക്കാൻ ഇറാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർക്ക് തങ്ങളെ വിളിക്കാമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. കരാർ വളരെ ലളിതമാണ്, വ്യക്തവുമാണ്. പക്ഷേ ഇറാന് ആണവായുധങ്ങൾ പാടില്ല. അല്ലാത്ത പക്ഷം കൂടിക്കാഴ്ച നടത്തുന്നതിൽ യാതൊരു അർത്ഥവുമില്ല എന്നായിരുന്നു ട്രംപിന്റെ വാക്കുകൾ. പശ്ചിമേഷ്യയിലെ സംഘർഷം അവസാനിപ്പിക്കുന്നതിനായി ഇറാൻ മുന്നോട്ട് വെച്ച പുതിയ സമാധാന നിർദ്ദേശങ്ങളിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അതൃപ്തി രേഖപ്പെടുത്തിയതായാണ് പുതിയ റിപ്പോർട്ടുകൾ. ഇറാന്റെ ആണവ പദ്ധതിയെക്കുറിച്ചുള്ള ചർച്ചകൾ ആദ്യം തന്നെ വേണമെന്ന അമേരിക്കയുടെ പ്രധാന ആവശ്യം ഇറാൻ അംഗീകരിക്കാത്തത് കൊണ്ടാണ് ട്രംപ് നിർദ്ദേശങ്ങൾ തള്ളാൻ സാധ്യതയുള്ളതെന്ന് അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു. യുദ്ധം അവസാനിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള ഘട്ടം ഘട്ടമായുള്ള 3 നിർദ്ദേശങ്ങളാണ് ഇറാൻ മുന്നോട്ട് വെച്ചത്. എന്നാൽ ആണവ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ വെടിനിർത്തലിന് ശേഷം മതി എന്ന ഇറാന്റെ നിലപാട് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് ട്രംപ് ഭരണകൂടം വ്യക്തമാക്കി. ആണവ വിഷയം ഏതൊരു കരാറിലും കേന്ദ്രസ്ഥാനത്ത് ഉണ്ടാകണമെന്നാണ് അമേരിക്കയുടെ പക്ഷം. അല്ലാത്ത പക്ഷം ഒരു വിധത്തിലുള്ള ചർച്ചകളും ഇനി ഉണ്ടാകില്ലെന്നാണ് ട്രംപ് പറയുന്നത്.